ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2025 RRBയുടെ ഏതൊക്കെ എക്സാമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ എല്ലാ എക്സാമിൻ്റെയും എക്സാം ഡേറ്റ് ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യലി RPF കോൺസ്റ്റബിളിൻ്റെ SIയുടെ ALP ടെക്നീഷ്യൻ NTPC എല്ലാത്തിൻ്റെയും A to Z എക്സാം ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക. എല്ലാ എക്സാമിൻ്റെയും A to Z കാര്യങ്ങൾ പ്രോപ്പർ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വെച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ info@and എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ PDF ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് അറിയാനും പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ കുട്ടികളെ നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ SSCGD 2024-25 ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പോകുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ്: ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്, റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാത് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ്സുകളുണ്ട്. പിന്നെ 100+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതോടൊപ്പം ലഭിക്കുന്ന ഒരു എക്സ്ട്രാ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കാത്ത ഒരു ഫെസിലിറ്റിയാണിത്. അതായത് മെഡിക്കൽ അവയർനെസ് ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്, ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, ഡയറ്റ് പ്ലാൻ ഉണ്ട്. ഏതൊരു ഡിഫൻസ് ജോബ് എടുത്താലും അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ റിട്ടേൺ എക്സാമും ഉണ്ട്, ഫിസിക്കലും ഉണ്ട്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ മെഡിക്കലും ഉണ്ട്. ഈ എല്ലാ ഫെസിലിറ്റീസും എല്ലാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും അക്കാഡമിക്കലി ഉള്ള ഹെൽപ്പ് മാത്രമായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഒരു ഡ്രീം യൂണിഫോം ലഭിക്കുന്നിടം വരെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കലിന് ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ അക്കാഡമിക്ക് സ്വന്തമായിട്ട് റണ്ണിങ് ഗ്രൗണ്ട് ഉണ്ട്, സ്വന്തമായിട്ട് ഹൈ ജമ്പ് ബെഡ് ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓഫ്ലൈൻ ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ RPF കോൺസ്റ്റബിൾ ആൻഡ് SIയുടെയും ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ആരംഭിച്ചിട്ടുണ്ട്. ഇതേ സെയിം ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇതേ സെയിം ബാച്ചിനും ലഭിക്കുന്നതാണ്. ഫുൾ അപ്ഡേറ്റ്സ് ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടിട്ടും ഇനി നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളും 2025 പാരാമിലിറ്ററിയിൽ അല്ലെങ്കിൽ RRBയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ ആന ഡിഫൻസ് അക്കാഡമിയോട്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളും 2025 RRBയിലെ ഏതെങ്കിലും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നത് 7th ഒക്ടോബറിനാണ്. അതായത് ഇന്നലെയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾക്ക് അറിയാൻ പറ്റിയത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. ALPയുടെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. RPF SIയുടെ എക്സാം ഡേറ്റ് അറിയാൻ പറ്റുന്നതാണ്. ടെക്നീഷ്യന്റെ അറിയാം. അതുപോലെ തന്നെ JED നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതിന്റെ എക്സാം ഡേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷെയർ ചെയ്യാം. ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെത് നവംബർ 25 മുതലാണ് സ്റ്റാർട്ട് ആകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ 29 കംപ്ലീറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ RPF SIയുടെ എക്സാം സ്റ്റാർട്ട് ആകുന്നതോ ഡിസംബർ 2 സ്റ്റാർട്ട് ആയിട്ട് ഡിസംബർ 5 കംപ്ലീറ്റ് ആവുന്നു. പിന്നെ ടെക്നീഷ്യന്റെ കാര്യം പറഞ്ഞാലോ ഡിസംബർ 16 സ്റ്റാർട്ട് ആവുന്നു, ഡിസംബർ 26 കംപ്ലീറ്റ് ആവുന്നു. പിന്നെ JEE ആൻഡ് അതേഴ്സിൻ്റെത് ഡിസംബർ 6 മുതൽ ഡിസംബർ 13 പേരാണ് അവരുടെയും എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് ALPയുടെയും RPF SIയുടെയും ടെക്നീഷ്യന്റെയും JEDയുടെയും എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റി. ഈ അപ്ഡേറ്റ് നമ്മൾ എന്നാണ് അറിഞ്ഞത്? ഇത് ഇന്നലെയാണ് അറിഞ്ഞത്. അതായത് 7th നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞത്. പക്ഷേ ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതിന് മുന്നേ തന്നെ നേരത്തെ റെയിൽവേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും ആ ഒരു അപ്ഡേറ്റ് റിയൽ അല്ല ഫേക്ക് ആണെന്നാണ് വിചാരിച്ചത്. എനിക്കും ആ ഒരു അപ്ഡേറ്റ് കിട്ടിയപ്പോൾ ഞാനും അതിനെ പറ്റിയിട്ട് എന്താണ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഞാനും വിചാരിച്ചത് ഫേക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായോ? റെയിൽവേ ആൾറെഡി ഒത്തിരി ലെറ്റർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെയും കാണാവുന്നതാണ് ഒരു ലെറ്റർ. ഈ ഒരു ലെറ്ററിലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻ. അതായത് ടെക്നീഷ്യന്റെ അപ്ഡേറ്റ്സ് ഇവിടെയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആർ ടെന്റേറ്റീവ്ലി ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ബിറ്റ്വീൻ ഒക്ടോബർ ആൻഡ് ഡിസംബർ. അതായത് ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ ടെക്നീഷ്യന്റെ എക്സാം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ടെക്നീഷ്യന്റെ ഇവിടെ അപ്ഡേറ്റ് നിങ്ങൾ നോക്കൂ. ഇവിടെയും ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്?
എന്താണ് നോക്ക്, ഡിസംബർ 16 മുതൽ ഡിസംബർ 26 ആ ഡേറ്റിനിടയിലാണ് എന്താണ് ടെക്നീഷ്യൻ്റെയും എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ഇൻഫർമേഷൻ കൂടി ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതെന്താണ് നോക്ക്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഷോർട്ട് ലിസ്റ്റ് ഫോർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിൽ ബി റിലീസ്ഡ് ഓൺ ഫെബ്രുവരി 2025. അതായത് ടെക്നീഷ്യൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് എന്തായാലും എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, ഈ പറയുന്ന ഫെബ്രുവരി 2025 അപ്പോൾ നമുക്ക് റിയൽ ആയിട്ട് ഒരു കാര്യം മനസ്സിലായി, ഈ അപ്ഡേറ്റ് ഒക്കെ വരുന്നത് തന്നെ എന്താണ് റിയൽ ആണ്, ഫേക്ക് അല്ല എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലും ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. അതായത് കുട്ടികൾ, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഫോർ ദി എക്സാം. അതായത് 2024 RRBയുടെ ഏതൊക്കെ എക്സാമിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് അതിൻ്റെ എല്ലാം ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഔട്ടായിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ. ഈ ഒരു ലെറ്റർ നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ ലെറ്റർ വരുന്നതിന് മുന്നേ ഔട്ടായതാണ്. പക്ഷേ നമ്മളാരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. നമുക്കതൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ഇതിൻ്റെ ആൾറെഡി ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ടെക്നീഷ്യൻ്റെ ലേറ്റസ്റ്റ് വന്നു, അതുപോലെ തന്നെ SIയുടെയും വന്നിട്ടുണ്ട്. പക്ഷേ വരാത്ത ഏതൊക്കെയാണ്, കോൺസ്റ്റബിളിൻ്റെ വന്നിട്ടില്ല, പിന്നെ ജെയുടെ വന്നിട്ടുണ്ട്, പിന്നെ പാരാമെഡിക്കൽ കാറ്റഗറിയുടെ വന്നിട്ടില്ല, നോൺ ടെക്നിക്കൽ അതായത് NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും ഇതുവരെ ഔട്ടായിട്ടില്ല, അതായത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വന്നതനുസരിച്ച് മറ്റേതിൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് വളരെ ക്ലിയർ ആയിട്ട്. കുട്ടികളെ നിങ്ങളിവിടെ നോക്കുക, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഈ ഒരു ലെറ്റർ ഒഫീഷ്യലായിട്ട് വന്ന ആ ഒരു ലെറ്റർ ഉണ്ടല്ലോ, അതായത് ഇന്നലെ വന്ന ആ ഒരു ലെറ്റർ, അതിന് മുന്നേ വന്ന അപ്ഡേറ്റ് ആണിത്. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ, 100% റിയൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നോക്കാം, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഈ ഒരു ടെന്റേറ്റീവ് ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നവംബർ 25 മുതൽ നവംബർ 29 വരെ ആയിരിക്കും എന്താണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റ്. നോക്കേ, 25 മുതൽ 29 മനസ്സിലായി. അപ്പോൾ എന്താണ് ഒഫീഷ്യലിനകത്ത് വന്നതും അത് തന്നെ, നേരത്തെ ഔട്ട് ചെയ്ത് അതിനകത്തും ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ക്ലിയർ തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി നെക്സ്റ്റ് ആണ് ടെക്നീഷ്യൻ. ടെക്നീഷ്യൻ്റെ ഇവിടെ നോക്കൂ നിങ്ങൾ, ആൾറെഡി സ്റ്റാർട്ടിങ്ങിൽ വന്ന വേക്കൻസി 9000 അടുത്തായിരുന്നു, പിന്നെ ഇതിൻ്റെ വേക്കൻസി അപ്പായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം 16/12 സ്റ്റാർട്ടായിട്ട് 26/12 കംപ്ലീറ്റ് ആകും എന്നാണ് ടെന്റേറ്റീവ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിനകത്തും അത് തന്നെയാണ്. നോക്കൂ, ഇവിടെ നിങ്ങൾ കാണും ടെക്നീഷ്യൻ്റെ 16/12 അതുപോലെ തന്നെ 26/12 കംപ്ലീറ്റ് ആവുന്നു. ക്ലിയർ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും വളരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് നോക്കാം സബ് ഇൻസ്പെക്ടറിന്റെ SIയുടെ ഇവിടെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. കുട്ടികളെ നിങ്ങൾക്ക് കാണാം 452 വേക്കൻസി. എക്സാം ഡേറ്റ് ടെന്റേറ്റീവ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 2 സ്റ്റാർട്ടായിട്ട് ഡിസംബർ 5 തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നതിന് നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഡിസംബർ 2 സ്റ്റാർട്ടായിട്ട് ഡിസംബർ 5 കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സാമിന്റെ ഡീറ്റെയിൽസ് കൂടി അറിയാനുണ്ട്, നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നതുമാണ്. അതായത് RPF കോൺസ്റ്റബിൾ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാരാമെഡിക്കൽ കാറ്റഗറി. നെക്സ്റ്റ് ഏറ്റവും കൂടുതലും കുട്ടികൾ വെയിറ്റ് ചെയ്യുന്ന എക്സാം ആയിട്ടുള്ള NTPC, അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലുള്ള ഗ്രാജുവേറ്റ് ലെവലും അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും എക്സാം ഡേറ്റ്. കുട്ടികളെ അപ്പോൾ നമുക്ക് ഈ ഒരു ടെന്റേറ്റീവ് ഷെഡ്യൂൾ അനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് ഇതിനകത്ത് ഡേറ്റ് എല്ലാം വളരെ ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. ഇതിൻ്റെ ക്ലിയർ ആണ്, ഇതിൻ്റെ ക്ലിയർ ആണ്, ഇതിൻ്റെയും വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് അടുത്ത എക്സാമിന് കൂടി നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടി. ഇവിടെ നിങ്ങൾക്ക് കാണാം RPF കോൺസ്റ്റബിളിൻ്റെ 4208 വേക്കൻസിയുടെ എക്സാം ഡേറ്റ് വരാൻ പോകുന്നത് എന്തായാലും എന്താണ് ജനുവരി 8, 2025 മുതൽ മാർച്ച് 7, 2025 വരെയാണ്. അപ്പോൾ കൂടുതലും കുട്ടികളുടെ മനസ്സിൽ തോന്നാം ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം എക്സാം ഡേറ്റ് നിലനിൽക്കുമെന്നുള്ളത്. ഇല്ല, 3 മാസം ഒന്നുമില്ല എക്സാം ഡേറ്റ്. ഫെബ്രുവരി മന്തിൽ എക്സാം ഒന്നുമില്ല. ചിലപ്പോൾ ഫെബ്രുവരി മന്തിൽ വരാൻ പോകുന്നത് ഈ കാണുന്ന ALPയുടെ CBT 2ൻ്റെ എക്സാം ആയിരിക്കും വരാൻ പോകുന്നത്. മനസ്സിലായോ? അതിനുവേണ്ടി ഇവരുടെ ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കോൺസ്റ്റബിളിൻ്റെത്. നോക്ക്, 8-ാം തീയതി സ്റ്റാർട്ട് ആവുന്നു, 8 മുതൽ 10 വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ 15 മുതൽ 17 വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ 27-ാം തീയതി എക്സാം ഉണ്ട്. പിന്നെ ഫെബ്രുവരി എക്സാം ഒന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ നേരെ എക്സാം നടക്കാൻ പോകുന്നത് മാർച്ചിലാണ്. മാർച്ച് 3 മുതൽ മാർച്ച് 7 വരെയാണ് പിന്നെ RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം ഡേറ്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ജനുവരി 8 മുതൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അതായത് 2025 ജനുവരി 8 മുതൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഈ പറയുന്ന പാരാമെഡിക്കൽ കാറ്റഗറിയുടെ എക്സാം നടക്കാൻ പോകുന്ന എന്നാണ്. പാരാമെഡിക്കൽ കാറ്റഗറി ഇവിടെ നിങ്ങൾ നോക്കൂ, മാർച്ച് 2025, അതായത് മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്നതായിരിക്കും. എക്സാം ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല, അത് ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെയോ അത് നടക്കാൻ പോകുന്നത് ഏപ്രിൽ 25-ലായിരിക്കും. അത് നടക്കാൻ പോകുന്നത് 2025 ഏപ്രിൽ മാസത്തിലായിരിക്കും.
പിന്നെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് മെയ് ജൂൺ 2025 അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. എല്ലാ എക്സാമിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. RPF കോൺസ്റ്റബിളിൻ്റെ, SIയുടെ, ALP, ടെക്നീഷ്യൻ, നോൺ ടെക്നിക്കൽ, ഗ്രാജുവേറ്റ് ലെവലും പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും, RRBയുടെ എല്ലാ എക്സാമിൻ്റെ എക്സാം ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിയലായിട്ട് വന്ന അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നതും അതുപോലെ തന്നെ ഈ കാണുന്നതും പിന്നെ അവസാനമായിട്ട് വന്ന ഈ കാണുന്നതും. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന്, ഈ വീഡിയോയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന RPF കോൺസ്റ്റബിൾ ആൻഡ് SIയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും SSCGയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.